നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ശ്രീകൃഷ്ണഗാഥ പാരായണം ഇന്ന് രണ്ടാം ദിവസം. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണഗാഥ പാരായണം ആരംഭിക്കുകയാണ്. ഓം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമയിൽ പരക്കയാലേ പാലാടി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളുവാൻ വാട്ടുവാൻ ഓർത്തു നിന്നിടുവൻ ആർത്തിത്തു തുണയ്ക്കേണമേ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. വീട്ടിൽ പോകണം, കിഴക്കേക്ക് പോകണം, ഒരു 85-ാമത്തെ പാരുറ്റു നിന്നോരു വാക്കുകൊണ്ടമേരം വാരിജനേത്രനെ വാഴ്ത്തിച്ചൊന്നാർ ഈരേഴു പാലിനും കാരണമായൊരു കാരുണ്യപുരമാം പാരീരസേ പാരിടം പുരിച്ച ഭാരത്തെ തീർക്കുന്നു പാലിച്ചു കൊള്ളേണം പാരാതിനി നിൻകനീവില്ലായി എങ്ങളിന്നെങ്ങനെ സങ്കടം പോക്കുന്നു തമ്പൂരാനെ പങ്കനീ വാണ്ടെങ്ങൾ സങ്കടം തീർക്കണം പങ്കജലോചന ശങ്കീയതേ. വാസവൻ മുൻപായ വാനവരിങ്ങനെ പാട്ടിന നേരത്തു വാരിജാക്ഷൻ വാസവൻ വാരിജാക്ഷൻ പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നിടിനാൻ ഭക്തിയെ കാണുമ്പോഴെന്നു ന്യായം മുന്നമേ തന്നെ അറിഞ്ഞു ഞാൻ പോരുന്നു മഞ്ഞിടം ചേരുന്ന ഭാരമെല്ലാം ഇന്നിന്നു വന്നിടും നിങ്ങളെന്നുള്ളതും എന്നുള്ളം തന്നീലുണ്ടോർച്ചയെന്നാൽ ഭൂഭാരം തന്നെ തളപ്പതിനോരോരോ വ്യാപാരം ചെഞ്ചമ്മി ചെയ്വതിനാൽ മാനുഷനായി പിറക്കുന്നതുണ്ടു ഞാൻ ആനകതുണ്ടു വിശുനുവായി മൂത്തവനായി പിറന്നു നിന്നിടുമേ ബുദ്ധി വിശേഷമായി ചേർത്തനന്ദൻ വാനവരെല്ലാരും ആദരവോടങ്ങും യാദവന്മാരായി പിറക്കമന്നേ മായയാകുന്ന ദേവിയും വന്നങ്ങു മാനുഷിയായി പിറക്കും പിന്നെ വേണുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചെലുറ്റു നിന്നു തുണപ്പതിനാൽ പാരാതെ പിന്നെ ഞാൻ പാരീടം പൂരിച്ച ഭാരത്തെ തീർത്തു തളർത്തു നന്നായി മേദിനി തന്നോടെ വേദന പോക്കുവാൻ ജനിക്ക വേണ്ടായി നിങ്ങളാരും വാനവരെല്ലാരും ഇന്നതു കേട്ടപ്പോൾ
വാരിജ സംഭവൻ താനുമായി മേദിനി തന്നുടെ ഖേദത്തെ തീർത്തുടൻ മേളത്തിൽ പോയെന്നു പിന്നിൽ പുക്കാർ ശ്രീമധുരാപുരി എന്നൊരു നാമമാർ ശ്രീമതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം ആധാരമായി നിന്നാഗിയിലുണ്ടായി പണ്ടുപാരിൽ നാഗികൾക്കെല്ലാം ആഹാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സ്വർപ്പദം തന്നിലുള്ള ആശയുണ്ടായി വരാം അപ്പൂരി തന്നിലിരുപ്പൊട്ടിന്നും നന്ദനം തന്നെ നിന്ദയെ ചെയ്യുമാ മന്ദിരെ നിന്നിഴും നിഷ്കുടങ്ങൾ നിർജര ദീർഘിക തന്നിലുള്ളേറുന്ന ലജ്ജയെ ചേർക്കുമി ദീർഘികകൾ കഷ്മിതരായോരെ ചിന്തിച്ചു കാണിലോ ധർമ്മജൻ ശീലവും തന്മ പോലും ആയങ്ങൾ കാണുമ്പോൾ തോയാകരം തന്നെ പായുന്ന നദീജാലം പോലെ സ്വർണ്ണൗകം തന്നെ തിന്മയെ കാണുമ്പോൾ ഭിന്നമെന്നഞ്ചുമേ ശേരുശൈലം ദാനങ്ങൾ കാണുമ്പോൾ വാനവതാരുക്കൾ ഇനങ്ങളായി വരും ദീനങ്ങളാ വീരരായുള്ളോർ തൻ വീരത കാണുമ്പോൾ നേരായൊരില്ല ഈ പാലിലാരും വിദ്യകൾ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ വിസ്മയം കൗലുമ ദുർജടിയും അസ്ത്രങ്ങൾ കൊണ്ടവരഭ്യസിച്ചിടുമ്പോൾ എത്രയും പാഴ്വിടും ഭാർഗവനും കാമുകന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ചെഞ്ചമ്മേ അഞ്ചുമേറ്റം മാനിനിമാരുടെ മാൺവീരെ കാൺകില മേനകദീനയായി നാണുമപ്പോൾ പെൺമാടം തന്നോട് വെണ്മയെ കാണുമ്പോൾ കൺമഷം തോന്നുമ കൗമുദിക്കും അപ്പോലി തന്നിൽ ഇളങ്ങി നിന്നിടുന്ന ശില്പങ്ങൾ ഓരോന്നെ പാർത്തു കണ്ടാൽ വാസവ മന്ദിരം വായ്പോടു നിർമ്മിപ്പാൻ മാതൃകയായി ഇതെന്നു തോന്നും അപ്പൂരി തന്നീടുള്ള ഭൂതം ചൊല്ലുവാൻ കെൽപ്പൂക്കുള്ളോരാരുമില്ലെന്നു വേണ്ട തൽസാരമൂർത്തിയിലോ വത്സോകസാരയും നിസ്സാരയായിട്ടേ വന്നുകൂടൂ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി യാദവ വീരരും അപ്പൂരി പാലിച്ച് യാദരവോടുവസിക്കും കാലം ദേവകനാകുന്ന യാദവൻ തന്നൂടെ ദേവകിയാകുന്ന കന്യകയെ ശിവസൂര്യവർക്കു നൽകിനാനോടു ശ്രീപതി തന്നൂടെ കമയാവാൻ വിട്ടുനിന്നിരുന്ന ശിവസൂര്യവർദ്ധ വാട്ടമാകുന്നോരു തിരിലേറി ദേവകിയാകിയ ജായയും താനുമായി പോവതിനായി തുടങ്ങും നേരം ഉൽപ്പന്നമോദനായി നിൽപ്പൊരു ദേവകൃഷ്ണൻ പോലി കാണവും നൽകിനാൻ താൻ സോദരി തന്നോടെ ദോഷത്തെ ചെയ്യുവാനായി ആദരവോടുമുരുന്നു കംസൻ ചാരത്തു ചെന്നങ്ങു വാരുറ്റ ചാരറ്റ വേലയും ആചരിച്ചാൽ നാനാജനങ്ങളുമായി നടന്നങ്ങനെ നാനാവിനോദവും മോദിയൊതി ആമോദിച്ചെല്ലാവരും ആമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു ചൊല്ലുണ്ടായി ദേവകി തന്നുടെ അഷ്ടമഗർഭത്തിൽ ദേവിനുണ്ടായ ബാലകൻ താൻ നിന്നുടെ കാലനായി പോന്നു വന്നിടുന്നു എന്നതു ചിന്തിച്ചു കൊൽക്ക കംസ ഘോരനായുള്ളൊരു കംസൻ താൻ അന്നേരം വീരതയായിട്ട് എന്നു നന്ദി പാവക ഭാവത്തെ കേവലം കൊണ്ടുടൻ ദേവകി തൻ കൊല ചെയ്വതിനായി തൽക്കജൻ തന്നെ പീഡിച്ചു വളർന്നൊരു ഖഡ്ഗവും വാങ്ങിയങ്ങോങ്ങി നിന്നാൽ കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും ഇണ്ടലും പൂണ്ടുച്ച മഞ്ഞാരപ്പോൾ കണ്ണടച്ചിടിന കണ്ണുനീർ തൂടിന തിണമങ്ങോടിന പിന്നരായി
കൈത്തിരുമേടിന കൺചുവത്തിടിന കയ്യലച്ചിടിന മെയ്യിലെങ്ങും കേസരി വീരന്തൻ ആനന്ദൻ നില കേവലം കേഴുന്നൊരേണം പോലെ മേവി നിന്നിടുന്ന ദേവകി ദേവിതൻ ദിവമേ എന്നങ്ങു ചൊല്ലി ചൊല്ലി കൊരനായുള്ളൊരു കംസനെ നോക്കിയിട്ടു പരം വിറച്ചു നാടുങ്ങും അപ്പോൾ ചുഴ നിന്നിടുന്ന ലോകരെ നോക്കിയിട്ടു കൊഴകൂണ്ടേറ്റവും കേഴും പിന്നെ ചങ്ങാതിമാരോട് തന്നൂകം നോക്കി ഇങ്ങനെ പിന്നെ അച്ഛനെ തന്നെയും മെച്ചവേ നോക്കി ഉച്ചത്തിൽ നിലെ വിളിച്ചു കീഴും മായ പ്രേമം പൂണ്ട മാമൻ തന്നെയും അമ്മയെ തന്നെയും അവളെ തന്നെ വിളിച്ചു നിന്നിടുവാൻ നാടുങ്ങും പിന്നെ അനകത്തുന്നു നേരം പെട്ടെന്നു ചെന്നു നിന്നിടീന പൊട്ടി നിന്നോരവുമായി പാവനായുള്ളോരു കംസനോടായി ആപത്തു പോക്കുവാനായി ചൊന്നാൻ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി നിർമ്മല മനസ്സനായി നിന്നിടുമേ മനമിങ്ങനെ വന്നതെന്റെ ശങ്കയും കൈവിട്ടു പെൺകോല ചെയ്യുകയോ മംഗലനായ നിൻപേരായിപ്പോൾ ഭേദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരിയല്ലോ നിന്നരിതാനും വെളി കഴിഞ്ഞുള്ളൊരുത്സവമല്ലോ എന്നതും ഓർത്തു കണ്ടി കഥാവായി നിന്നതും മാതാവായി നിന്നതും താതനായി നിന്നതും നിദാനത്രേ നീയൊഴിഞ്ഞാരുമില്ല ആശ്രയം കേളിവൾ ആദരിച്ചിടുവാൻ ഭോജനാഥ വീരനായുള്ള നീ ഘോരനായി മേഭൂമി നരീതൻ വൻകോല ചെയ്യല്ലാതെ ഇത്തരമായുള്ളൊരുക്തികളിങ്ങനെ സത്വരം ചെന്നവൻ ചൊല്ലും നേരം അവനായുള്ളൊരു കംസന്റെ മനസം പറയെപ്പോലെ അങ്ങകയാലേ പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടീനൻ ഖിന്നനായി നിന്നവനുണ്മയായി ദേവകിയല്ലല്ലോ നിന്നോടെ കാലനായി മേവുന്നതെന്നതോ വന്നോതല്ലോ അഷ്ടമേനാകുന്ന ബാലകനല്ലോ കയ്യിൽ നൽകാമല്ലോ പിന്നെ നീ ചിന്തിച്ചു വേണ്ടതു ചെയ്താലും എന്നോട് ഹാരി വരാതെ വണ്ണം എന്നതു കേട്ടൊരു കംസന്റെ കോപവും മന്ദമായി വന്നു മെല്ലെ മെല്ലെ മന്ത്രം കൊണ്ടീഷിൽ തളർന്നു നിന്നിടുന്ന കനകവീരന്തൻ കോപം പോലെ രോധിതനായ ഒരു സോദരി തന്നെയും അതരവോടങ്ങയച്ചു നിന്നാൽ വായു നിന്നമ്പലെ വിട്ടു വീണ്ടും പോയി കമ്പത്തെ പൂണുന്നൊരേണം പോലെ മെവി നിന്നിടുന്ന ദേവകി ദേവി തൻ കേവലം കംസനെ നോക്കി നിന്നാൽ ചുഴവൻ നിന്നിട്ടു കേഴുന്നവരെല്ലാരും കോഴയും ചേർന്നു നിന്നൊന്നു വീർത്താൽ ചങ്ങാതിമാരായുള്ള അങ്കനമാരെല്ലാം മംഗലമാകെന്നു ചൊല്ലിപ്പൂണ്ടാൽ അനേക തുന്തുബിതാനുമന്നേരത്തു മനിനിതാനുമായി മന്നിയാതെ സുന്ദരമായുള്ള മന്ദിരം പോകിനാൽ വന്യകൾ വാഴ്ത്തുന്ന വാർത്തയുമായി വെളിയെ തൊട്ടുള്ളൊരു ഉത്സവം തന്നെയും മേളമായി പിന്നെയും ആചരിച്ചാൽ പേയറ്റൂനിന് ഒരു ചായയും താനുമായി ഭയം കളഞ്ഞു വസിക്കും കാലം
സുപ്രവായുള്ളൊരു ദേവകി ദേവിക്ക് ഗർഭമുണ്ടായതു മെല്ലെ മെല്ലെ അത്ഭുതകാന്തിയായി ദുർഭകനല്ലാതൊരഭകനുണ്ടായതെന്നു വന്നു. സോനുവെ കണ്ടു നിന്നാനന്ദിച്ചിടുന്നൊരാനെ കാത്തുന്നു വിധിനായി. കണ്ണുനീർ തൂകുന്ന ദേവകി തന്നോടെ കയ്യിൽ നിന്ന് നേരം വാങ്ങി നേരെ പെട്ടെന്നു കൊണ്ടുപോയി കംസനു നൽകി ഞാൻ പട്ടാമു ചെയ്യുന്നോരെന്നു ന്യായം എന്നതു കണ്ടൊരു കംസനും അന്നേരം ചിന്തിച്ചു ചൊല്ലിനാനല്ലോ മേലിലുണ്ടാകുന്ന ബാലകനല്ലോ എൻ കാലനാച്ചാലി വരുന്നതെന്നാൽ കൊല്ലുന്നേനല്ല ഈ പൈതലെ എന്നു ഞാൻ അല്ലെല്ലാം തെത്തു വളർത്താലും നീ അനേകാത്തുന്നു വിധാനതു കേട്ടപ്പോൾ ദീനത കൈവിട്ടു മാനിച്ചുടൻ ബാലനെ തന്നെയും ദേവകിക്കായിട്ടും ചാലെ നൽകിയതിനെ കൊണ്ടുപോയി. പിന്നെ എന്നെല്ലാരും തന്നോടെ മന്ദിരം തന്നിലിരിക്കും കാലം ആഗതനായൊരു നാരദൻ കംസനോ കാതരമോടു പറഞ്ഞാനപ്പോൾ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഇന്നത്തെ കൃഷ്ണകഥ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ശ്രീ വിഷ്ണു ഭുജംഗപ്രിയ ശ്രീ ശങ്കരാചാര്യ വിഷ്ണു ഭുജംഗപ്രിയ.